പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊല്ലം കല്ലുവാതുക്കലിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. NH-കാരുടെ അനാസ്ഥ മൂർന്നാൽ ഞങ്ങളെ കിടന്ന് അനുഭവിക്കുന്നതിന് ഒരു പരിധി, ആരെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടെത്തിത്താ. പ്രിയപ്പെട്ട അധികാരികളെ, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി തരണം. കാര്യം വെച്ചാൽ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് NH-കാരെ വിളിച്ച്, പഞ്ചായത്ത് അംഗങ്ങളെ വിളിച്ച്, അല്ലാതുള്ള മറ്റ് അംഗങ്ങളെല്ലാം വിളിച്ച്, പക്ഷേ ഒരാളിൽ നിന്ന് പോലും ഒരു പ്രതികരണം ഉണ്ടായില്ല. കാര്യം എല്ലാവരും വന്ന് ഫയർ എഞ്ചിൻ വന്നിട്ട് അവർക്കതിനുള്ള സംവിധാനമില്ലെന്നാണ് അവർ പറയുന്നത്. ഒരു കൊച്ചുങ്ങൾക്കൊരു ശകലം പാചകം ചെയ്തു പോലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ട ഒരു ജീവിതമായിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലേ, കൊച്ചിനെയും കൊണ്ട് പെര മൊത്തവും വെള്ളം. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിൽക്കുക. പ്രിയപ്പെട്ട അധികാരികൾ ഇത് കണ്ടിട്ട് ഇനി വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കാലവർഷം വിളിപ്പുറത്തുണ്ട്. അന്തരീക്ഷം തീച്ചൂളയാക്കിയ വേനൽ ചൂടിന്റെ പൊള്ളൽ ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇതിന് രണ്ടിനുമിടയിൽ ഇതാ മഴക്കെടുതിയുടെ പിടിയിലായി നാട്. രണ്ട് ന്യൂനമർദ്ദങ്ങൾ ഒരു കുളിരായി തുടങ്ങി തോരാമഴയായി മാറിയപ്പോൾ ജനങ്ങൾ ഭീതിയിലായി. ഇടവിട്ടിടവിട്ട് മഴ ശക്തിപ്പെടുമ്പോൾ ആശങ്കകൾ ഏറുകയാണ്. കാലവർഷം എത്തുന്നതിന് മുമ്പേ കൊല്ലം കല്ലുവാതുക്കൽ വീടുകളും ഹോസ്പിറ്റലുകളും സ്കൂളുകളുമെല്ലാം ചെങ്കടൽ കയറി എന്നു പറയാതെ തരമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി എന്താണ് കാട്ടിക്കൂട്ടുന്നത്? റോഡിന്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപേ കാലവർഷം ശക്തിപ്പെടുമ്പോൾ റോഡിനരികെയുള്ള വീടുകളും കോമ്പൗണ്ടുകളും മുങ്ങും. വെള്ളം ഒഴുകിപ്പോകുവാനോ ഒഴുക്കി വിടുവാനോ സ്ഥലമില്ല. എന്ത് നവീകരണമാണ്? തോരാമഴയിൽ കല്ലുവാതുക്കൽ ജനതയുടെ ദുരിതക്കാഴ്ച ഇതാണെങ്കിൽ വരും ദിവസങ്ങൾ എന്താകും? ജനങ്ങൾ മോട്ടോർ വാടകയ്ക്ക് വെച്ച് വീടിനുള്ളിലെ വെള്ളം പുറന്തള്ളണമെങ്കിൽ സൗകര്യമില്ല. അത് റോഡിലേക്ക് ഒഴുക്കി വിടുകയേ നിവർത്തിയുള്ളൂ. കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഒരു പ്രഹസനം പോലെ അലേർട്ടുകൾ: യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്. ദുരിതാവസ്ഥ സമുദ്രവിഷൻ അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. കുറച്ചു കഴിയുമ്പോൾ ജലനിരപ്പ് ഉയരും, ഡാമുകളും തുറക്കും. അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എന്താണ് ഉദ്ദേശിക്കുന്നത്? നാടിന്റെ വികസനമോ അതോ സ്തംഭനമോ? ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഈ വർഷം ആദ്യമായിട്ടൊന്നുമല്ല ഉണ്ടാകുന്നത്. മിക്ക വർഷങ്ങളിൽ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു വർഷമായിട്ട് ഈ NH-ൻ്റെ പണി കൂടി ആയപ്പോഴത്തേക്ക് പ്രശ്നം വളരെ ദുരിതമായിരിക്കുകയാണ്. ഈ വെള്ളം പല വീട്ടുകളിൽ, പ്രത്യേകിച്ച് അപ്പുറത്തെ വീട്ടുകളിലോ ഈ ആശുപത്രിയിലോ ഇങ്ങനെ കയറാറുണ്ട്. ഇതിൻ്റെ പ്രത്യേക കാരണം എന്ന് വെച്ചാൽ ഈ പഴയ കലങ്ങ് അടഞ്ഞ് വെള്ളം പോകുന്ന കാര്യം ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കയറുന്നത്. NH-ൻ്റെ പണി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് എഞ്ചിനീയർമാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ ഓടയുടെ കലങ്ങൻ്റെ പണി തീർക്കാതെ NH-ൻ്റെ പണി തുടങ്ങിയത് വെള്ളം ഇങ്ങനെ കയറുമെന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ നിസ്സാരമാക്കിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കലങ്ങ് അടഞ്ഞ് വെള്ളം വേറെ പോകാൻ മാർഗ്ഗമില്ലാതെ അപ്പുറത്തെ വീട്ടിൽ ആശുപത്രിയിൽ വെള്ളം കയറിയിട്ട് ദുരിതമായിരിക്കുകയാണ്. ആശുപത്രി അടയ്ക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ, ഈ ഫ്രണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ടോ, ആശുപത്രിയുടെയോ അപ്പുറത്തെ വീട്ടിൽ കിണറ്റിലെല്ലാം വെള്ളം കയറിയിട്ട് കിണറെല്ലാം വെള്ളത്തിന് അകത്തായിരിക്കുക, കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉത്തരവാദികൾ ഈ NH-ൻ്റെ പണിക്കാരാണ്. എനിക്ക് തോന്നുന്നത് ഇതെന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണ്. നാടൊന്നാകെ മുങ്ങിയാൽ എവിടെ ഒരുക്കും ദുരിതാശ്വാസ ക്യാമ്പ്? എന്ത് മുൻകരുതലുകളാണ് എടുത്തിരിക്കുന്നത്? ഇനി എടുക്കാൻ പോകുന്നത്? സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. സ്കൂൾ കെട്ടിടങ്ങൾ മുങ്ങിത്തുടങ്ങി. യാത്രാ ദുരിതം അതികഠിനം. ഓരോ പ്രമുഖ സ്ഥാപനങ്ങളുടെയും ഹോസ്പിറ്റലുകളുടെയും സ്കൂളുകളുടെയും മുൻവശം ഓട നിർമ്മാണം എന്ന വ്യാജേന മരണക്കുഴികൾ തീർത്തിരിക്കുകയാണ്. അങ്ങ് അറ്റ്ലാന്റിക് ഓഷനിലുള്ള ഗർത്തങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ വികസന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഭാവി തലമുറയെ ഹൈടെക് ലോകത്തേക്കാണോ അതോ ഹൈടെക് വെള്ളപ്പൊക്കത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? എന്താണ് ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? കല്ലുവാതുക്കൽ പലയിടത്തും ഫയർഫോഴ്സ് പോലും നിസ്സഹായരായി പിന്മാറുകയാണ്. ഇതിനെക്കുറിച്ച് അധികാരികളുടെ മനോഭാവം വ്യക്തമാക്കുക. അടുത്ത വർഷമാകുമ്പോൾ NH-ൻ്റെ സൈഡിലുള്ള വീടുകളും വസ്തുക്കളും കോമ്പൗണ്ട് വാൾ കെട്ടിയടയ്ക്കും. അപ്പോഴേക്കും നാഷണൽ ഹൈവേ കടലായി മാറുകയും ഗതാഗത സ്തംഭനം ഉണ്ടാകുകയും ചെയ്യും. വികസനം നടപ്പാക്കുന്ന അധികാരികളും ഉദ്യോഗസ്ഥരും ഭാവിയിൽ ജനങ്ങൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്നത് സിപ്പ് ലൈൻ വഴിയോ അതോ എയർ ടാക്സി വഴിയോ? നാടൊന്നാകെ ഭീതിയിലാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാത്തിയും എല്ലാം കൂടി ആയപ്പോൾ കല്ലുവാതുക്കൽ മുങ്ങി. ആരോടാണ് പരാതിപ്പെടേണ്ടതെന്ന് പോലും ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾക്കും പ്രതികരിക്കാം ഈ വിഷയത്തിൽ. യെല്ലോ വേണോ, ഓറഞ്ച് വേണോ, റെഡ് വേണോ എന്ന്.
Podcast.